ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി സദ്യ സ്പെഷ്യൽ ആയിട്ടുള്ള ഓലനാണ്. നമ്മുടെ സദ്യയിലെ ഒരു പ്രധാനപ്പെട്ട വിഭവമാണ് ഓലൻ. ഓലൻ ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സദ്യ സ്പെഷ്യൽ ഓലൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് നമ്മുടെ സദ്യ സ്പെഷ്യൽ ഓലൻ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് 1/2 കപ്പിൻ്റെ അടുത്ത് വൻപയറാണ്. ഓലന് ഒത്തിരി പയറിൻ്റെ ആവശ്യമില്ല. ഒരു 1/4 കപ്പ് തൊട്ട് 1/2 കപ്പ് വരെ എടുത്താൽ മതി. ഇതിന് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് വേകാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുക്കർ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സാധാരണ പാത്രത്തിൽ അടച്ചു വെച്ചു നമ്മുടെ പയർ വേവിച്ചെടുക്കാം. അപ്പോൾ അത് നമ്മുടെ പയർ ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് നമ്മുടെ പയറിന് ആവശ്യമായിട്ടുള്ള ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പയർ വേവാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം ചേർത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 കപ്പോളം വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു വിസിൽ മതിയാകും. മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ. ഒത്തിരി അങ്ങ് വെന്ത് പോകണ്ട നമ്മുടെ പയർ. കൂടുതൽ വേവുള്ള പയറാണെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ അടുപ്പിക്കുക. എൻ്റെ കയ്യിലുള്ളത് പെട്ടെന്ന് വേവണ പയറായതുകൊണ്ട് ഞാൻ ഒരു വിസിൽ മാത്രമേ അടുപ്പിക്കുന്നുള്ളൂ. അപ്പോൾ ഞാനിത് അടച്ചു വെച്ചിട്ട് അടുപ്പത്തേക്ക് മാറ്റുവാണേ. ഇനി നമുക്ക് വേണ്ടത് കുമ്പളങ്ങയാണ്. കുമ്പളങ്ങ ഞാനിവിടെ ഈ സൈസിലുള്ള ഒരു കുമ്പളങ്ങയാണ് എടുത്തേക്കണത്. ഇത് മുഴുവനായിട്ടൊന്നും ഞാൻ എടുക്കണില്ല, ഒരു 1/4 ഭാഗത്തോളം എടുക്കുന്നുള്ളൂ. തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യണം. അപ്പോൾ അതാ നോക്കി നമ്മുടെ കുമ്പളങ്ങയെല്ലാം ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു സൈസിലാണ് കട്ട് ചെയ്തേക്കണത്. ചില സ്ഥലങ്ങളിൽ വലിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്യാറുണ്ട്. എനിക്ക് അത്ര വലിയ താല്പര്യമില്ല. അത് കാരണമാണ് ഞാൻ ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്തേക്കണത്. ഇതിന് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് പെട്ടെന്ന് വേണമെങ്കിൽ ഇത് കുക്കറിൽ വേവിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരു 2 വിസിൽ കൊടുത്താൽ മതി മീഡിയം ഫ്ലെയിമിൽ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 2 പച്ചമുളകാണ്. പച്ചമുളക് ഒന്ന് നെടുവേ കീറിയിട്ട് കൊടുക്കാം. ഇതേപോലെ കീറിയിട്ട് കൊടുക്കുക. അപ്പം നിങ്ങളുടെ കയ്യിലുള്ള പച്ചമുളകിന് എരിവ് കൂടുതലാണെങ്കിൽ ഒരെണ്ണം ചേർത്താൽ മതിയാകും. ഓലൻ എന്ന് പറയുന്നത് ഒത്തിരി എരിവും ഉപ്പും ഒന്നും ഇല്ലാതെ ഒരു പാവം കറിയാണ്. അത് കാരണം ഒത്തിരി എരിവും ഉപ്പൊന്നും ചേർക്കരുത്. എല്ലാം ആവശ്യത്തിന് മതി. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ കുമ്പളങ്ങ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുമ്പളങ്ങ മൂടിക്കിടക്കണ അത്രയും വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഏകദേശം 1 കപ്പോളം ഉണ്ടാകും. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് അടുപ്പത്തേക്ക് മാറ്റാം. ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്തില്ല, ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് തുറന്ന് 1-2 പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ഇതിവിടെ ഇരുന്ന് വേവട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതാ നമ്മുടെ കുക്കറിൽ നിന്ന് ഒരു വിസിൽ വന്നപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തു. ഇപ്പോൾ പ്രഷറൊക്കെ കംപ്ലീറ്റ് പോയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. പയറൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒത്തിരി അങ്ങ് ഓവറായിട്ട് വെന്തിട്ടുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പയറിൻ്റെ വെള്ളം ഉണ്ടല്ലോ, അത് ഉപയോഗിച്ച് വേണമെങ്കിലും കുമ്പളങ്ങ വേവിക്കാം. അതും അല്ലെങ്കിൽ ഇതെടുത്ത് മാറ്റിയാൽ മതി. നമുക്ക് വേറെ എന്തെങ്കിലും കറിക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. ഇതിൻ്റെ പയർ മാത്രം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ കുക്കറിൽ വേവിക്കണ കാരണമാണ് ഇങ്ങനെ വെള്ളം ബാക്കി വന്നത്. പാത്രത്തിൽ അടച്ചു വെച്ച് വേവിക്കുകയാണെങ്കിൽ നമുക്ക് ആ വെള്ളം അങ്ങ് വറ്റിച്ചെടുത്താൽ മതി. അപ്പോൾ അതാ നമ്മുടെ പയർ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. നമ്മുടെ കുമ്പളങ്ങയൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ആ കുമ്പളങ്ങ വെച്ചിട്ട് ഒരു 10-15 മിനിറ്റോളം ആയിട്ടുണ്ട്. കുമ്പളങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിൽ കുറച്ചുകൂടി വെള്ളമുണ്ട്. അതും കൂടി ഒന്ന് വറ്റി വന്നോട്ടെ. ഹൈ ഫ്ലെയിമിൽ വെക്കുക. ഇനി അടച്ച് വെക്കേണ്ട, തുറന്ന് വെച്ച് നമുക്കിത് വറ്റിച്ചെടുക്കാം. ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് കുമ്പളങ്ങ ഒന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഓലൻ നല്ലൊരു തിക്നെസ് കിട്ടും. എല്ലാം ഉടച്ചു കൊടുക്കരുത്. ഒരു 1-2 ടേബിൾ സ്പൂൺ കുമ്പളങ്ങ തൈ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇത്രയും മതി. എന്താ വെള്ളമൊക്കെ കംപ്ലീറ്റ് വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ പയർ ചേർത്ത് കൊടുക്കാം. നമ്മൾ വേവിച്ച് വെച്ച പയർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ ഞാനിവിടെ എടുത്തേക്കുന്നത് 1 കപ്പ് തേങ്ങാപ്പാലാണ്. ഇത് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ്. ഇത് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ 1.5 കപ്പ് തേങ്ങ എടുത്തു. എന്നിട്ട് അതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തു. എന്നിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് അരിച്ചെടുത്ത് വെച്ചേക്കണം തേങ്ങാപ്പാലാണിത്. തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പാടെ നമ്മൾ തേങ്ങാപ്പാൽ എടുക്കരുത്. തേങ്ങയുടെ തണുപ്പൊക്കെ നന്നായിട്ട് മാറിയ ശേഷം മാത്രം തേങ്ങാപ്പാൽ എടുക്കുക. അല്ലെങ്കിൽ നമ്മളെ കറിയിലേക്ക് ഒഴിക്കുമ്പോൾ ഇത് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇപ്പം ഞാൻ തീ കുറച്ചാണ് വെച്ചേക്കണത്. നമുക്ക് തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. തേങ്ങാപ്പാൽ ഒഴിച്ചാൽ പിന്നെ തിളയ്ക്കേണ്ട ആവശ്യമില്ല, നന്നായിട്ടൊന്ന് ചൂടായാൽ മതി. ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. എനിക്കൊരു 2 നുള്ളു ഉപ്പിൻ്റെ കുറവുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു, ഇത്രയും മതി. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി അവസാനമായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. എണ്ണ 1-2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. പെട്ടെന്ന് തന്നെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഫ്ലേവർ എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇറങ്ങിക്കോട്ടെ. അപ്പോൾ അതാ നമ്മുടെ സദ്യ സ്പെഷ്യൽ ഓലൻ ഇവിടെ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് കുറച്ച് ലൂസായിട്ടല്ലേ ഇരിക്കുന്നത്, ഇതിനി ചൂടാറുമ്പം നന്നായിട്ട് തിക്കായിട്ട് വരും. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സദ്യ സ്പെഷ്യൽ ഓലൻ. ഓണത്തിന് എല്ലാവരും നമ്മുടെ ഓലൻ ഒന്ന് തയ്യാറാക്കി നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച്. ബൈ.